ഹലോ കൂട്ടുകാരെ, വളരെ രസകരമായ ഒരു പുതിയ ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക്, അതായത് നമ്മുടെ ഈ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വലിയൊരു സ്വാഗതം. തീർച്ചയായും. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെയും മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളെയും കുറിച്ചുള്ള വളരെ രസകരമായ ഒരു ക്വിസാണ് കേട്ടോ. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്നും ആ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഗാനങ്ങളെ ഏതൊക്കെയാണെന്നും ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ആദ്യത്തെ ഭാഗം തുടങ്ങാം, അല്ലേ? നല്ലൊരാശയമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്നാണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്? ഇംഗ്ലീഷിൽ ചോദിച്ചാൽ വെൻ ഡു വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ? ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15. ഇതിലൊരു CM കിഡ്സ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ശരിയാ. ആ ചെങ്കോട്ടയിലെ പതാക ഉയർത്തൽ ടിവിയിൽ കാണാൻ തന്നെ വലിയൊരു ഭംഗിയാണ്. അതെ, അതൊരു വലിയ അഭിമാന നിമിഷമാണ്. ഇനി നമുക്ക് ഗാനങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? ഇംഗ്ലീഷിൽ ഹൂ റോഡ് ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ? ഉത്തരം രബീന്ദ്രനാഥ ടാഗോർ. രബീന്ദ്രനാഥ് ടാഗോർ. ഇവിടെ CM കിഡ്സ് ഫാക്ട് വളരെ രസകരമായ ഒന്നാണ്. ഇന്ത്യയുടെ ഈ ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ എടുക്കുന്ന സമയം കൃത്യം 52 സെക്കൻഡാണ്. വെറും 52 സെക്കൻഡോ? ഞാനൊന്ന് ആലോചിച്ചു നോക്കുമായിരുന്നു. ഈ 52 സെക്കൻഡ് എന്നുള്ളത് ശരിക്കും ഒരു ഓട്ടമത്സരം പോലെയാണല്ലേ? ഓട്ടമത്സരം പോലെയോ? അതായത് അല്ല, കൃത്യം 52 സെക്കൻഡിൽ എല്ലാവരും ഒരേ താളത്തിൽ ഒരേ സമയം പാടി തീർക്കുന്ന മനോഹരമായൊരു മത്സരം പോലെയാണിത്, അല്ലേ? ആരും മുന്നിലുമില്ല പിന്നിലുമില്ല. വളരെ ശരിയാണ്. ആ ഒരുമയാണ് ആ പാട്ടിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ. അതെ. അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ ഗീതമേത്? ഇംഗ്ലീഷിൽ ചോദിച്ചാൽ വിച്ച് ഇസ് ദ നാഷണൽ സോങ് ഓഫ് ഇന്ത്യ? ഇതിന്റെ ഉത്തരം വന്ദേ മാതരം, വാൻഡേ മാതരം. ഒരുപാട് പേർക്ക് ദേശീയ ഗാനവും ഗീതവും തമ്മിൽ ചെറിയൊരു ആശയക്കുഴപ്പം വരാറുണ്ട്. അതെ അതെ, രണ്ടും വ്യത്യസ്തമാണല്ലേ? തികച്ചും വ്യത്യസ്തമാണ്. CM കിഡ്സ് ഫാക്ട് എന്താണെന്നാൽ 1950 ജാനുവരി 24-നാണ് വന്ദേ മാതരത്തിന് ദേശീയ ഗീതമെന്ന പദവി ഔദ്യോഗികമായി ലഭിച്ചത്. 1950 ജനുവരി 24 എന്നുവെച്ചാൽ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് കൃത്യം 2 ദിവസം മുമ്പ്. അതെ, കൃത്യമായി പറഞ്ഞു. ഇനി സ്വാഭാവികമായും അടുത്ത ചോദ്യം ആ ഗാനത്തിന്റെ രചയിതാവിനെക്കുറിച്ചായിരിക്കും. ചോദ്യം 4. ആരാണ് വന്ദേ മാതരം രചിച്ചത്? ഹൂ റോഡ് ദ നാഷണൽ സോങ് വന്ദേ മാതരം? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബാങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ ഗാനം ഇവിടെ നിന്നാണ് വന്നതെന്ന് കൂടി പറയാമോ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ഗാനമെടുത്തത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇത് വലിയൊരു ആവേശമായിരുന്നു ജനങ്ങൾക്ക്. ശരിയാ. ഇനി അഞ്ചാമത്തെ ചോദ്യം ആ ഗാനത്തിന്റെ ഭാഷയെക്കുറിച്ചാണ്. ഏത് ഭാഷയിലാണ് ദേശീയ ഗീതം ആദ്യം രചിക്കപ്പെട്ടത്? ഇൻ വിച്ച് ലാംഗ്വേജ് വാസ് ദ നാഷണൽ സോങ് ഒറിജിനലി റിട്ടൺ? ഇതിന്റെ ഉത്തരം സംസ്കൃത പദങ്ങൾ ചേർത്ത ബംഗാളി ഭാഷയിൽ, അതായത് ബംഗാളി വിത്ത് സംസ്കൃത്. ഓഹോ, അപ്പോ ബംഗാളിയും സംസ്കൃതവും ചേർന്നൊരു ഭാഷ. അതെ. ഇതിലൊരു CM കിഡ്സ് ഫാക്ട് കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ജനഗണമന, അതായത് നമ്മുടെ ദേശീയ ഗാനം, അതും ആദ്യം രചിക്കപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ്. വാവ്! അപ്പൊ നമ്മുടെ 2 പ്രധാന ഗാനങ്ങളും ബംഗാളി ഭാഷയുമായി ബന്ധപ്പെട്ടതാണല്ലേ? അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ രാജ്യത്തിന്റെ പാട്ടുകളെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. രാജ്യത്തിന്റെ പ്രകൃതി ഭംഗി കാണിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് നോക്കാം. കാട്ടിലെ അത്ഭുതങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമാണ്. ചോദ്യം 6 ഇതാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത്? വാട്ട് ഈസ് ദി നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ? ഉത്തരം കടുവ, ടൈഗർ. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. CM കിഡ്സ് ഫാക്ട് കേട്ടോളൂ. 1973-ലാണ് പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതി വന്നത്. അതിനു മുമ്പ് കടുവയല്ലായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. പിന്നെയോ? സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. സിംഹമോ? വെയിറ്റ്, ശരിക്കും സിംഹത്തിൽ നിന്നും പെട്ടെന്ന് കടുവയിലേക്ക് മാറിയത് വലിയൊരു കാര്യമല്ലേ? എന്തിനായിരിക്കും അങ്ങനെയൊരു മാറ്റം പെട്ടെന്ന് ചെയ്തത്? അതായത് ഇതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. പ്രകൃതി സംരക്ഷണത്തിന്റെ, പ്രത്യേകിച്ച് പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇതൊക്കെ സംഭവിച്ചത്. കടുവകളുടെ എണ്ണം ഇന്ത്യയിൽ വളരെ വേഗം കുറഞ്ഞു വരികയായിരുന്നു അന്ന്. അപ്പൊ കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലേ?
അതെ, ഒരു വംശനാശത്തിൽ നിന്ന് അവയെ രക്ഷിക്കാൻ ജനങ്ങളിൽ വലിയൊരു അവബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ മാറ്റിയതല്ല. അത് ശരിക്കും മികച്ചൊരു തീരുമാനമായിരുന്നു. മൃഗങ്ങളോടുള്ള നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു കരുതൽ. ഇനി അടുത്ത ചോദ്യം പക്ഷികളെക്കുറിച്ചാണ്. 7ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? വിച്ച് ഇസ് ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ? കേൾക്കാൻ നല്ല രസമുള്ള പേര്. അതെ. കൂടാതെ നമ്മൾ ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ വന്നത് 1972-ലാണ്. 1972. അപ്പോൾ ആ നിയമം വന്നതിന് തൊട്ടു പിന്നാലെയാണ് 73-ല് പ്രൊജക്ട് ടൈഗർ വരുന്നതല്ലേ? വളരെ ശരിയാണ്. ആ തുടർച്ച ശ്രദ്ധിച്ചത് നന്നായി. മൃഗങ്ങളും പക്ഷികളും കാട്ടിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മുടെ സ്വന്തം സസ്യങ്ങളെക്കുറിച്ചും ദേശീയ പുഷ്പത്തെക്കുറിച്ചും വൃക്ഷത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും. അതാണ് അടുത്ത ഭാഗം. ഓക്കെ. 8ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമേത്? വിച്ച് ഇസ് ദ നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ? ഉത്തരം വളരെ ലളിതമാണ്. താമര, ലോട്ടസ്. ഇതിന്റെ PSC ഫാക്ട് എന്താണെന്ന് വെച്ചാൽ താമരയുടെ ശാസ്ത്രീയ നാമമാണ് നെലുംബോ ന്യൂസിഫറ. നെലുംബോ ന്യൂസിഫറ. ചെളിയിൽ വിരിയുന്ന ഏറ്റവും മനോഹരമായ പൂവ്. അതെ. ഇനി നമുക്ക് മരങ്ങളിലേക്ക് വരാം. ചോദ്യം 9. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? വാട്ട് ഇസ് ദ നാഷണൽ ട്രീ ഓഫ് ഇന്ത്യ? ഉത്തരം പേരാൽ, ബാനിയൻ ട്രീ. വലിയ വേരുകളുള്ള ആ വലിയ മരം. ഇവിടെ കൂട്ടുകാർക്കുള്ള CM കിഡ്സ് ഫാക്ട് എന്താണെന്നാൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണെങ്കിലും നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം കണിക്കൊന്നയാണ്. വിഷുവിന് പൂക്കുന്ന മഞ്ഞ നിറമുള്ള കണിക്കൊന്ന. പക്ഷേ എനിക്ക് ഈ പേരാലിനെക്കുറിച്ചൊരു കാര്യം തോന്നി. ഞാനൊന്ന് പറയട്ടെ. പറയൂ. അതായത് ശരിക്കും ഈ പേരാലിന്റെ വേരുകൾ പോലെയാണ് നമ്മുടെ രാജ്യവും എന്ന് എനിക്ക് തോന്നുന്നു. ഓഹോ, അതെങ്ങനെയാണ്? അല്ല, ഈ പേരാലിന് ഒരുപാട് ശാഖകളും പലയിടത്തേക്കായി പടർന്നു കിടക്കുന്ന വേരുകളുമുണ്ടല്ലോ. പക്ഷെ അതെല്ലാം ഒരൊറ്റ തടിയിൽ ഉറച്ചു നിൽക്കുന്ന വലിയൊരു കുടുംബം പോലെയാണ്. നമ്മുടെ രാജ്യവും അതുപോലെ പല ഭാഷകളും സംസ്കാരങ്ങളുമൊക്കെയായി പടർന്നു കിടക്കുകയല്ലേ. പക്ഷെ നമ്മൾ ഒന്നാണ്. വാവ്, വളരെ മനോഹരമായൊരു ചിന്തയാണ് കേട്ടത്. കൃത്യമായി പറഞ്ഞു. ആ ഒരുമ തന്നെയാണ് പേരാൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശരിയാ. പ്രകൃതിയിലെ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതെന്താണ്? ഇനി നമ്മുടെ രാജ്യത്തിന്റെ സത്യസന്ധതയെ കാണിക്കുന്ന ദേശീയ മുദ്രയെക്കുറിച്ചും ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച വലിയൊരു നേതാവിനെക്കുറിച്ചും നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ദേശീയ മുദ്രയ്ക്ക് താഴെയുള്ള വാക്യം എന്താണ്? വാട്ട് ഇസ് ദ മോട്ടോ ബിലോ ദി നാഷണൽ എംബ്ലം? അതിനൊപ്പം തന്നെ 11ാമത്തെ ചോദ്യവും. ഈ വാക്യത്തിന്റെ അർത്ഥമെന്ത്? വാട്ട് ഇസ് സത്യമേവ ജയതേ മീൻ? ഉത്തരം സത്യമേവ ജയതേ. അർത്ഥം സത്യം മാത്രം ജയിക്കുന്നു. ട്രൂത്ത് എലോൺ ട്രംപ്സ്. സത്യം മാത്രം ജയിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണത്. അതെ. ഇനി ഇതിന്റെ PSC ഫാക്ട്സ് ശ്രദ്ധിച്ചോളൂ. ഈ വാക്യം ദേശീയ മുദ്രയ്ക്ക് താഴെയായി കൊത്തിവെച്ചിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. ദേവനാഗരി ലിപിയിൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ട് കൂടിയുണ്ട്. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എപ്പോഴും 3:2 ആയിരിക്കണം. അതൊരു കൃത്യമായ നിയമമാണ്. 3:2, അതായത് 3:2 എന്ന കണക്കില്. ആ പതാകയുടെ നിയമങ്ങൾ വളരെ കർശനമാണല്ലേ? തീർച്ചയായും. ഇനി നമുക്ക് രാജ്യത്തെ ഒന്നിപ്പിച്ച ആ വലിയ നേതാവിനെക്കുറിച്ച് സംസാരിക്കാം. അതെ. 12ാമത്തെ ചോദ്യം ഇതാണ്. ആരാണ് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ? ഹൂ ഇസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ? ഇതിന്റെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേൽ. CM കിഡ്സ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിലെ നർമ്മദ നദീതീരത്തുള്ള സർദാർ പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയാണ്. ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ അത് നമ്മുടെ ഇന്ത്യയിലാണെന്നത് വലിയൊരു കാര്യമാണല്ലോ. അതെ, വലിയൊരു അഭിമാനം തന്നെയാണ്. ഇനി 13ാമത്തെ ചോദ്യം. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് ചേർത്തതാര്? ഹൂ ഇന്റഗ്രേറ്റഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്? ഇതിന്റെ ഉത്തരവും വല്ലഭായ് പട്ടേൽ തന്നെയാണ്. വല്ലഭായ് പട്ടേൽ. ഇതിലൊരു PSC ഫാക്ട് കൂടി പറയാനുണ്ട്. ഗുജറാത്തിലെ ബർദോളിയിൽ നടന്ന കർഷക സമരത്തിന് നേതൃത്വം നൽകിയപ്പോഴാണ് ജനങ്ങൾ അദ്ദേഹത്തിന് സർദാർ എന്ന പദവി നൽകിയത്. സർദാർ എന്നാൽ നേതാവ് എന്നാണ് അർത്ഥം. ഓഹോ, അങ്ങനെയാണ് സർദാർ പട്ടേൽ എന്ന പേര് വന്നത് അല്ലേ? പക്ഷേ എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട് കേട്ടോ. എന്താണ് സംശയം? ചോദിച്ചോളൂ. നമ്മൾ അദ്ദേഹത്തെ ഉരുക്കുമനുഷ്യൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ശരിക്കും ഇരുമ്പിന്റെ ശരീരവും ഭയങ്കര ശക്തിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണോ ഈ പേര് വന്നത്? അങ്ങനെ പലർക്കും സംശയം തോന്നാം. പക്ഷെ അങ്ങനെയല്ല.
അദ്ദേഹത്തിന് ഇരുമ്പ് കൊണ്ടുള്ള ശരീരമൊന്നുമല്ല ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സായിരുന്നു ഇരുമ്പ് പോലെ ഉറച്ചത്. അതായത് അദ്ദേഹത്തിന്റെ തീരുമാനം. അതെ, കൃത്യമായി പറഞ്ഞു. 500-ലധികം നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്ന ഇന്ത്യയെ ഒന്നാക്കി മാറ്റുകയെന്നത് ചെറിയ കാര്യമല്ലല്ലോ. രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ വലിയ ദൃഢനിശ്ചയവും ഇരുമ്പ് പോലെയുള്ള മനക്കരുത്തും കാരണമാണ് ആ പേര് വന്നത്. അയൺ വെൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മനസ്സിലായി. ശാരീരികമായ ശക്തിയല്ല, മറിച്ച് മനസ്സിന്റെ ശക്തിയാണ് ആ ഉരുക്കുമനുഷ്യൻ എന്ന പേരിന് പിന്നിൽ. അതെ, അത് വലിയൊരു പാഠമാണ് നമുക്കെല്ലാവർക്കും.